ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നൊരു BS4 വരുന്ന തണ്ടർബേർഡ് 350, അതേമാതിരി തണ്ടർബേർഡ് 500 ആണ് കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു കമ്പേഷൻ കൂടിയാണ് ചെയ്യുന്നത്. തണ്ടർബേർഡ് എന്താണെന്നുള്ള പഴയ വീഡിയോയെല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ഡിഫറൻ്റാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. എന്നാൽ BS4 തണ്ടർബേർഡൊക്കെ അലോയ് വീൽസ് വന്നിട്ടില്ല. എക്സിലാണ് നമുക്ക് അലോയ് വീൽ വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു മോഡൽ സ്പോക്ക് വീൽ മാത്രമേ വന്നത്. പിന്നെ ഇതിൻ്റെത് ക്ലാസിക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫോർവേഡ് കൺട്രോളാണ് കേട്ടോ. ഗിയർ പെഡൽ അതേമാതിരി ഫുഡ് പെഗ് എല്ലാം കുറച്ചും കൂടെ ഒന്ന് ഫോർവേഡായിട്ടാണുള്ളത്. ഇപ്പോൾ എൻജിൻ ഈ സെയിം എൻജിനാണെങ്കിലും കൂടെ അപ്പോൾ നോക്കുക, ക്ലാസിക്കിൻ്റെ നേരെ ഈ ഭാഗത്തേക്കാണ് വരുന്നത്. പക്ഷേ തണ്ടർബേർഡ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എൻജിനിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് കുറച്ച് മുന്നോട്ടായിട്ട് ഫോർവേഡായിട്ട് തണ്ടർബേർഡ് ഒരു ജസ്റ്റ് ഒരു ക്രൂസിങ് എന്ന പക്ക ക്രൂസറല്ല, ഒരു ക്രൂസറിൻ്റെ ഒരു ക്രൂസിങ്ങിൻ്റെ ജസ്റ്റ് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു റിലാക്സ്, കൈക്ക് മാത്രമല്ല കാലിന് റിലാക്സേഷൻ വേണമല്ലോ. അതുകൊണ്ട് ആ ഒരു ഇതിൽ അടിസ്ഥാനത്തിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. അങ്ങനെ ഗിയർ പെഡലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഡയറക്റ്റ് ലിങ്ക് അല്ല, കുറച്ച് ഫോർവേഡായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഹാൻഡിൽ ബാർ, ഇതാണ് തണ്ടർബേർഡിലെ ഏറ്റവും നല്ല ഹാൻഡിൽ ബാർ. തണ്ടർബേർഡ് ഏതൊരു മോഡലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തണ്ടർബേർഡ് നിങ്ങൾ പിന്നെ ലോങ് ഡ്രൈവിന് ഉപയോഗിക്കുകയാണെങ്കിൽ ഹാൻഡിൽ ബാർ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ എക്സിനില്ലാത്തൊരു ഇതാണ് ഈ ഒരു ബാക്കിൽ സീറ്റ് റെസ്റ്റ്. ഇതൊരു ഗ്രാബ് റെയിലായിട്ടാണ് പിന്നെ റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് എക്സിന് കൊടുത്തത്. പക്ഷേ ഇത് കറക്റ്റ് പില്ലൻ റൈഡേഴ്സ് നല്ല സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ തണ്ടർബേർഡിന് ഈ ഒരു, അതായത് റോയൽ എൻഫീൽഡ് പില്ലൻ റൈഡിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ള യാത്ര പ്രദാനം ചെയ്യുന്ന ഏക വണ്ടി തണ്ടർബേർഡ് മാത്രമായിരുന്നു. ഇതൊരു എക്സ്ട്രാ സീറ്റ് കവർ കുറച്ചൊരു ഫോം ചെയ്തിട്ടുണ്ട്. എന്നാലും തന്നെയാണ് തണ്ടർബേർഡിന് സ്റ്റോക്കായിട്ട് വരുന്ന സീറ്റ് റെസ്റ്റാണിത്. ഇത് ട്വിൻസ്പാർക്ക് 500cc EFI 500 എന്നുണ്ടാവും. ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വരുന്നത്. ഇതിൽ വരുന്ന കാർബറേറ്ററാണ്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. മൈക്കൊന്ന് അറേഞ്ച് ചെയ്യാണ്. ഓക്കെ, ഇത് നമ്മുടെ അടുത്ത് വന്ന കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ നോയ്സായിരുന്നു, ടാപ്പറ്റ് നോയ്സ്, അതേമാതിരി ക്യാം നോയ്സൊക്കെ ആയിരുന്നു വണ്ടിക്ക് ഉണ്ടായിരുന്നത്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്രാങ്കിൻ്റെ നോയ്സുമായി ഫീൽ ചെയ്യും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് കൂടുതലായിട്ട് വന്ന റോക്കർ നോയ്സ് ഉണ്ടായിരുന്നു. റോക്കർ നോയ്സ് വരാനുള്ള കാരണം ശരിയായ രീതിയിൽ റോക്കറിൽ നിന്ന് ഓയിൽ ഫ്ലോ ഇല്ലായിരുന്നു. അപ്പോൾ റോക്കറിൽ റോക്കറിൻ്റെ ഹോളിൽ കരട് അടഞ്ഞ് കുടുങ്ങിയിട്ട് വാൽവ് സ്റ്റമ്മിലേക്ക് ശരിയായ രീതിയിൽ ഓയിൽ പ്രഷർ ഇല്ലായിരുന്നു. അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, ചെറിയ തേയ്മാനം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പരിഹരിച്ചു. അപ്പോൾ നമ്മൾ ടാപ്പറ്റ് നോയ്സ് ആകുന്ന സമയത്ത് ഡയറക്റ്റ് പോയി ടാപ്പറ്റ് മാറ്റമല്ല വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് തീർക്കുക. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, അടുത്ത വീഡിയോയിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് തരാം. കാരണം കുറച്ച് വോയിസിന് ചെറിയ വിഷയമുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. തണ്ടർബേർഡിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ട്, തണ്ടർബേർഡ് എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ കാറ്റഗറിയിൽ വന്ന ഏറ്റവും കൂടുതൽ റൈഡിങ് കംഫർട്ട് ഉള്ള ഒരു വണ്ടിയാണ്, റിലാക്സ് റൈഡിങ് പൊസിഷനുള്ള ഒരു വണ്ടിയാണ്. അതായത് റോയൽ എൻഫീൽഡ് എന്ന രീതിയിൽ ഒരു ബുള്ളറ്റ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകുമ്പം ഒരു പഴയ സിനിമയിലൊക്കെ കാണുന്ന ഒരു മസിൽ പിടിച്ചൊരു യാത്ര ചെയ്യാൻ പറ്റാത്തൊരു വണ്ടിയാണ് തണ്ടർബേർഡ്. ഒരു ക്രൂസിങ് സെഗ്മെൻറ്റിലെ വണ്ടിയായത് തന്നെ ബുള്ളറ്റ് എന്നതിലേക്ക് മാറി ചിന്തിച്ച വണ്ടികൾ. പല ആളുകളും ഒരു ബുള്ളറ്റിൻ്റെ കാറ്റഗറിയിൽ പെടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയൊരു വണ്ടി കൂടിയാണ് തണ്ടർബേർഡ്. കാരണം റോയൽ എൻഫീൽഡിൻ്റെ സെയിം ക്ലാസിക്കിൻ്റെ എൻജിനാണ് ഇതിൽ കൊടുക്കുന്നതെങ്കിലും കൂടെ ഇത് റൈഡിങ് പ്രശ്നവും മറ്റൊന്നും നമ്മളെ ആ ഒരു കാലികമായിട്ട് നമ്മളെ ആളുകളെ അംഗീകരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു തോന്നുന്നു. ബുള്ളറ്റ് എന്ന് കണ്ടാൽ നമ്മളെ 350 സ്റ്റാൻഡേർഡ് പഴയ റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്യുന്നൊരു വണ്ടി, അതേമാതിരി ക്ലാസിക്കും ഒരു ക്ലാസിക് ടച്ചിലെ വണ്ടിയായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വണ്ടി ക്രൂസർ എന്ന സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ BS4 വരുന്ന വണ്ടികൾ തണ്ടർബേർഡ് എക്സ് വരുന്നുണ്ട്, തണ്ടർബേർഡ് പിന്നെ BS4 വരുന്നുണ്ട്, BS3 വരുന്നുണ്ട്. 2007 തണ്ടർബേർഡ് ആദ്യമായിട്ട് ട്വിൻസ്പാർക്ക് എഞ്ചിനായിട്ട് പുറത്തേക്ക് വരുന്നത്.
അപ്പോൾ എന്തുകൊണ്ടായാലും തണ്ടർബേർഡ് ഏത് മോഡലാണെങ്കിലും കൂടെ നിങ്ങൾക്ക് റൈഡ് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് തണ്ടർബേർഡ് കേട്ടോ. അതിൽ യാതൊരു സംശയമായിരിക്കും വേണ്ട. കംഫർട്ട് റൈഡിംഗ് പൊസിഷൻ തരുന്ന വണ്ടിയാണ്. ലോങ് റൈഡായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വണ്ടി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആളോട് ചോദിച്ചാൽ അറിയാം. പിന്നെ ആളുകൾ പറയുന്ന മാതിരി അല്ലാതെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. എല്ലാ വണ്ടിക്കുള്ളവർ കോമൺ കംപ്ലയിൻസ് മാത്രമേ തണ്ടർബേർഡിനുള്ളൂ. അല്ലാതെ സർവീസ് കോസ്റ്റ് എക്സ്ട്രാ വരുന്ന ഒരു സ്പാർട്സും ഇതിൻ്റെ പോലെ തണ്ടർബേർഡില്ല. സർവീസ് കോസ്റ്റാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഹെഡ്ലൈറ്റ് പിന്നെ മീറ്റർ അസംബ്ലി കുറച്ച് എക്സ്പെൻസീവാണ്. അത് മാത്രമേ ഇതിലൊരു വിഷയമായിട്ട് വരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടെയിൽ ലൈറ്റ്, ഹെഡ്ലൈറ്റ്, മീറ്റർ അസംബ്ലി, അതിൻ്റെ ഫോർക്കിൻ്റെ മെയിൻ ട്യൂബ്, ഈ ഒരു കാര്യങ്ങളാണ് മെയിനായിട്ട് വില വന്നത്. അത് സർവീസ് പാർട്സ് അല്ല, ആക്സിഡൻറ്റ് പറ്റി മാത്രം നമുക്ക് കയ്യിൽ നിന്ന് പൈസ പോണ ഒരു വിഷയമാണത്. വണ്ടി എടുക്കുന്നവരും ഈ 2 ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. 3 ഭാഗങ്ങൾ: ഹെഡ്ലൈറ്റ്, മീറ്റർ അസംബ്ലി, ഫോർക്കിൻ്റെ ട്യൂബ്. അപ്പോൾ ഞാനിത് 350 വണ്ടി ഇപ്പോൾ ഓടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 350 എന്ന കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോർമലായിട്ട് അത്യാവശ്യം മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടി തന്നെയാണ്. അത്യാവശ്യം ക്ലാസിക് ആയാലും സ്റ്റാൻഡേർഡ് ആയാലും തണ്ടർബേർഡ് ആയാലും ഏകദേശം ഒരു ഈക്വൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, ബുള്ളറ്റ് എന്ന ഇതിലേക്ക് നമ്മൾ പുതിയതായിട്ട് വരുന്ന ആളുകൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമുക്ക് എന്താണ് ആപ്റ്റാണ്, നമുക്ക് ബോഡിയായിട്ട് ഏതാണ് കൂടുതൽ ആപ്റ്റാണ് വണ്ടി എടുക്കുക. നമ്മൾ ബാക്ക് പെയിനും പിന്നെ നീ പെയിനും ഒന്നുമില്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റിയൊരു പൊസിഷനിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ലോങ് ആണെങ്കിൽ ലോങ് ഓടിക്കുക, ഷോർട്ടാണെങ്കിൽ ഷോർട്ട് ഓടിക്കുക, ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ലോങ് ആയിട്ട് സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾ, ജോലിക്ക് പോകുന്ന ഒരു 50, 60, 70, 100 കിലോമീറ്റർ ഒക്കെ താണ്ടിയാൽ ജോലിക്ക് പോകുന്ന ആളുകൾ, ഡെയിലി ഓടുന്ന ആൾ ഒരിക്കലും ബാക്കിയുള്ള ക്ലാസിക്കിലേക്ക് ഒന്ന് പോകാതിരിക്കാൻ എൻ്റെ അഭിപ്രായമായിട്ട്. ലോങ് റൈഡിന് പറ്റിയ വണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ലോങ് റൈഡ് ആണെങ്കിൽ ഏറ്റവും നല്ല തണ്ടർബേർഡാണ്. അത് പറ്റിയില്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് സ്റ്റാൻഡേർഡാണെന്ന് പറയും. സ്റ്റാൻഡേർഡ് സെൽഫ് സ്റ്റാർട്ട് ഇല്ല. സെൽഫ് സ്റ്റാർട്ട് വരുന്ന സ്റ്റാൻഡേർഡ് വണ്ടിയുണ്ട്. ES ഉണ്ട്, BS6 വരുന്ന വണ്ടിയുണ്ട്. കമ്പാരിറ്റീവ്ലി കുറച്ച് നമ്മൾ കെയറിങ് ആവശ്യമുള്ള വണ്ടി കൂടിയാണ് BS6. അത് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ഇതിൻ്റെ ടോർക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കിൻ്റെ സെയിം ടോർക്ക് തന്നെയാണ് വണ്ടി കിട്ടുക കേട്ടോ. ഇതിൻ്റെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, മീറ്റർ കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ഹാൻഡ്ലിംഗ് പൊസിഷൻ നോക്കാം. നമ്മൾ കൈ റിലാക്സ് ചെയ്തിട്ടുള്ള ഹാൻഡ്ലിംഗ് ആണ്. അതേമാതിരി സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ സീറ്റ് നമ്മൾ ലോക്കാക്കി ആ ഒരു ഫുഡ് ബാങ്കിൻ്റെ പൊസിഷൻ ആണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്തൊരു മസിൽ പിടിച്ചിരിക്കുന്ന ഒരു ഫീൽ ഈ വണ്ടീൻ്റെ മുകളിൽ കിട്ടില്ല. നമുക്കിത് റിലാക്സ് ആയിട്ട് വണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ വണ്ടീൻ്റെ മുകളിൽ ഫ്രീ ആണ്. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ മുകളിൽ ഫ്രീ ആണ്. വേറെ യാതൊരു സ്ട്രെയിൻ നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് തണ്ടർബേർഡിൻ്റെ മെച്ചം കേട്ടോ. പിന്നെ എക്സോസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ സെയിം ക്ലാസിക്കിന് സെയിം സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരിക്കലും തണ്ടർബേർഡ് എടുത്ത് തണ്ടർബേർഡിൻ്റെ എക്സോ അതല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ള വേറെ ഹാൻഡിൽ വെക്കാതെ തണ്ടർബേർഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഇത് നഷ്ടപ്പെടും കേട്ടോ. പിന്നെ അത് സാധാ ക്ലാസിക്കിൻ്റെ എഫക്റ്റ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ വണ്ടി എടുക്കുന്ന ഞാൻ പറഞ്ഞുകൊണ്ട് ഓടിച്ച് നോക്കിയിട്ട് നല്ല എൻജിൻ്റെ ഭാഗത്ത് നിന്ന് വല്ല നോക്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. അതേപോലെ ലോ എൻഡ് ടോർക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടോ നോക്കുക. ഒരു ടോപ്പ് ഗിയറിലൊക്കെ 40, 45, 50 സ്പീഡിലൊക്കെ 50 സ്പീഡിൽ 45, 50 ഓടി പിന്നെ സെറ്റായ വണ്ടി 50, 40, 45 സ്പീഡിലൊക്കെ ലോ സ്പീഡിൽ പോകും ക്ലാസിക് തണ്ടർബേർഡും. 40, 45 വരെ പോകാറുണ്ട്. അത് കാണിക്കാൻ ഒരു ദിവസം മീറ്റർ വർക്ക് ചെയ്യുന്നതിനാണ് ഇപ്പോഴാണ് നോക്കുന്നത്. അത് നമ്മളെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അത് സെയിം ക്ലാസിക്കിൻ്റെ ടോർക്ക് കിട്ടും, സ്റ്റാൻഡേർഡ് ടോർക്ക് കിട്ടില്ല. അത് മനസ്സിലായി. സ്റ്റാൻഡേർഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഹെവി ക്രാങ്ക് വണ്ടിയാണ് സ്റ്റാൻഡേർഡിന് വരുന്നത്. റോയൽ എൻഫീൽഡ് ESന് വരുന്നതും KSന് വരുന്നതൊക്കെ ഹെവി ക്രാങ്ക് വണ്ടി തന്നെയാണ് BS6 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സെയിം ക്ലാസിക്കിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് നമ്മൾ തണ്ടർബേർഡിൽ നിന്ന് പ്രതീക്ഷിക്കാവും. ലോൻ്റെ ആൾക്ക് സ്ലോയിൽ ഓടിച്ചേ പറ്റുമെന്ന്, സ്ലോയിൽ ഓടിച്ചിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഫോർ സ്റ്റാൻഡേർഡേ പറയുള്ളൂ. സ്റ്റാൻഡേർഡ് നമുക്ക് 30, 35 സ്പീഡിൽ സുഖമായിട്ട് ഓടിച്ച് പോകാൻ പറ്റും UC എഞ്ചിനിൽ. പക്ഷേ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ ഞാനെപ്പോഴും തണ്ടർബേർഡ് എടുക്കും. പിന്നെ ക്രൂസർ വണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആളായത് കൊണ്ട് തന്നെ തണ്ടർബേർഡ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്ന. അതായത് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി തണ്ടർബേർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും പിന്നെ ഫ്രീ ആയിട്ടുള്ള റിലാക്സ് റൈഡിങ്, എത്ര ദൂരെ പോയി ഞാൻ എനിക്കൊരു വിഷയമില്ലാത്തൊരു വണ്ടിയും തണ്ടർബേർഡ് തന്നെയാണ്. അതുകൊണ്ട് തണ്ടർബേർഡ് മാത്രം സെലക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്ക് ഈ തണ്ടർബേർഡിൻ്റെ ഗുണത്തെക്കുറിച്ച് അറിയില്ല. നിങ്ങൾ യൂസ്ഡ് മാർക്കറ്റിൽ പോയിട്ട് തണ്ടർബേർഡ് എന്ന വണ്ടി നിങ്ങളും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഓടിച്ച് കമ്പാരിറ്റീവ്ലി ഇനി സ്റ്റാൻഡേർഡ് ഓടിക്കാം, ക്ലാസിക് ഓടിക്കാം, തണ്ടർബേർഡ് ഓടിക്കാം UC എഞ്ചിനിൽ. അപ്പോൾ അതിൽ വരുമ്പോൾ അതിൻ്റെ ഡിഫറൻറ്റ് ശരിക്കും റിലാക്സ് റൈഡിങ് ആഗ്രഹിക്കുന്ന ആൾക്കാണ് ഡിഫറൻറ്റ് മനസ്സിലാവും. പിന്നെ പഴയ വണ്ടികൾ ഒരുപാട്
ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടികളൊക്കെ ഉണ്ടാവും. അതിൻ്റെ പവറൊക്കെ ലോസ് ആയിട്ട് പിക്കപ്പൊന്നും ഇല്ലാത്ത വണ്ടികളുണ്ടാവും. ആ വണ്ടികൾ ഓടിച്ച് ചിലപ്പോൾ മുഷിപ്പുളവാക്കും. അതുകൊണ്ടാവും പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികൾ മാത്രം ഓടിച്ച് നോക്കാം. എന്നാലും ഇതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും.